ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വരും, ക്ഷമിക്കണം. ഇന്നെനിക്ക് വല്ലാത്തൊരു വിഷമമായി. എനിക്കെന്നല്ല, ഒത്തിരി ആളുകൾക്ക് ഭയങ്കര വിഷമമായി. നമ്മുടെ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നു എന്ന് തോന്നുന്നു. കാരണമെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ മാനസിക നില അറിയാതെ അവിടെ ചെന്ന് വീഡിയോ എടുക്കുക, അവരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുക. ഇതൊക്കെ നമ്മുടെ കുറച്ച് സോഷ്യൽ മീഡിയ ആളുകൾ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അവരുടെ മാനസിക നില ഒന്നും മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ചിലവർക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. ചിലവർക്ക് കുറച്ച് നാളൊക്കെ ആകുമ്പോൾ അത് പൊരുത്തപ്പെട്ടു പോകും. എൻ്റെ ഭർത്താവ് മരിച്ചു, എനിക്ക് അതറിയാം, എനിക്ക് ജീവിക്കണം എന്നൊക്കെ കൊണ്ട് അവരത് പൊരുത്തപ്പെട്ട് അവരുടേതായ രീതിയിൽ അവർ ജീവിച്ചു പോകും. ചിലവർക്ക് അത് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റില്ല, കൺട്രോള് നിയന്ത്രിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഭർത്താവിൻ്റെയോ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവർ തകർന്നു പോകും. അങ്ങനെയുള്ള കുറച്ച് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ ഒത്തിരി ഭർത്താവിനെയും കുടുംബത്തെയൊക്കെ അങ്ങ് സ്നേഹിക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. അവർക്ക് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റില്ല. ചോദിക്കുമ്പോൾ അതിനോട് അവർക്ക് എന്താ പറയുക, ചോദിക്കാൻ പറ്റില്ല. ചില ചോദ്യങ്ങളോടോ ചില മാധ്യമങ്ങളുടെ മുമ്പിൽ നിൽക്കാനോ ഒന്നും പറ്റില്ല. ഒരു ചെറിയ ഫോണുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾ ഓടിച്ചെന്ന് അവരുടെ അടുത്ത് ഫോണും കൊണ്ട് ചോദിക്കും, നിങ്ങൾ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഉള്ള ആളുകൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യുക. അതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കാര്യം എന്തെന്ന് ഞാൻ പറയാം. എല്ലാവർക്കും അറിയാം, നമ്മുടെ കലാഭവൻ ഷാനവാസ് മരിച്ചു. അദ്ദേഹം അറ്റാക്ക് വന്നാണ് മരിച്ചത്. അതൊരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവെയാണ് അദ്ദേഹം ഹോട്ടലിൽ വെച്ച് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹം അവസാനമായിട്ട് അഭിനയിച്ച പടം റിലീസ് ചെയ്ത ദിവസമായിരുന്നു ഇന്നലെ. ആ സിനിമയുടെ പേര് പ്രകമ്പരം എന്നായിരുന്നു. അത് കാണാനായിട്ട് നമ്മുടെ കലാഭവൻ ഷാനവാസിൻ്റെ ഭാര്യ രഹനയും മക്കളും അച്ഛനും കുടുംബത്തോടെ തിയേറ്ററിൽ വന്നിരുന്നു. അപ്പോഴത്തേക്ക് സിനിമ കണ്ടിട്ടാണോ എന്തോ അറിയില്ല, അവരിറങ്ങി എപ്പോഴാണോ അതോ തിയേറ്ററിൽ കയറാൻ നിന്നപ്പോഴാണോ എന്തോ സോഷ്യൽ മീഡിയക്കാർ ചെന്ന് രഹനയോട് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ അവർക്ക് പറഞ്ഞു ഇവർക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും കേൾക്കില്ല, പിന്നും ചോദിക്കുകയാണ്. ഫോട്ടോ എടുക്കരുത് എന്ന് പറയുന്നു. പക്ഷേ അതൊന്നും അവർ കേൾക്കുന്നില്ല. പക്ഷേ അവർ അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞു. ഇവർക്ക് സഹിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഓരോരുത്തരുടെ മനസ്സ് ഒന്ന് പലർക്കും പല രീതിയാണ്. ചിലവർക്ക് അത് ഉൾക്കൊള്ളാൻ പാടാണ്, ചിലവർ പെട്ടെന്ന് ഉൾക്കൊള്ളും, ചിലവർക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ ആ സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നതാണെങ്കിൽ അവരുടെ ഭർത്താവിനെ കുറിച്ച് അവർ ഓർത്ത് കാണും. അവർ കണ്ടപ്പോൾ അവരുടെ ഹൃദയം പൊട്ടിപ്പോയി കാണും. അതിനിടയ്ക്ക് നിങ്ങൾ ഈ ചോദ്യങ്ങളുമായിട്ട് ചെല്ലുന്നത് എന്ത് മോശമാണ്. അവർ തിയേറ്ററിൽ സിനിമ കാണാനിരുന്നപ്പോൾ അവിടെ വരെ ചെന്ന് വീഡിയോ എടുക്കുന്നത് എന്ത് വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിലുള്ള അമ്മയോ അച്ഛനോ ആർക്കെങ്കിലും ആണെങ്കിൽ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും. നിങ്ങൾക്കിത് ചാനലിൽ ഇടുക, ആളുകൾ കാണുക, നിങ്ങൾക്കത് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും, അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ന്യായം വേണം. പണത്തിന് വേണ്ടി നമ്മൾ ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല. ഓരോരുത്തരുടെ മാനസിക നില നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആ കുഞ്ഞിൻ്റെയൊക്കെ മുഖം പോയാൽ കാണാം, ആൺകൊച്ചിൻ്റെയൊക്കെ മുഖം. ആൺകുഞ്ഞ് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഉടുപ്പാണ്. അതിൻ്റെയൊക്കെ സങ്കടങ്ങൾ കാണാൻ വയ്യ. ഒന്ന് മനസ്സിലാക്കും. നമ്മുടെ സോഷ്യൽ മീഡിയ സഹോദരങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ആരടുത്താണ് ചെന്ന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അവർ പറയുന്നു എടുക്കരുത്, വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിക്കാൻ പോകരുത്. അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് ഇത് വിഷമം അവരിതുവരെ മാറിയിട്ടില്ല. അവരുടെ ആ മുഖം കണ്ടാൽ അറിയാം. അവരുടെ ഭർത്താവ് മരിച്ചത് അവർക്കത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയക്കാരോട് ഇതേ എനിക്ക് പറയാനുള്ളത്. പക്ഷെ എന്തോ വല്ലാത്ത വിഷമം തോന്നി. ആൺകുഞ്ഞിൻ്റെ കണ്ണിക്കൂടി വരെ കണ്ണുനീര് വരുന്നത് കണ്ടു. എന്തായാലും വല്ലാത്ത വിഷമം. എല്ലാവരും ഒന്ന് ചിന്തിക്കുക. എല്ലാവരുടെ മനസ്സ് ഒരുപോലെ ആയിരിക്കില്ല. നമ്മുടെ രേണു സുധി കണ്ടില്ലേ, സുധി മരിച്ചു. അവർക്കത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ഉൾക്കൊണ്ട് അവർക്ക് ജീവിക്കണം, അവരെ കുഞ്ഞുങ്ങളെ വളർത്തണം, അവർ അഭിനയിക്കാനും അവരുടേതായ ഉദ്ഘാടനം പരിപാടികളിലെല്ലാം പോകണം. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയക്കാർ വന്ന് ചോദിച്ചാൽ അവരത് മറുപടി പറയും. അങ്ങനെ എല്ലാ സ്ത്രീകളും ആവണമെന്നില്ല സഹോദരങ്ങൾ.